പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 41 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ക്ലാസ് 7 ചാപ്റ്റർ 2 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഫിഗർ ഇറ്റ് ഔട്ട് കാണുന്നതിന് മുൻപ് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കാണുക, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് കാണുന്ന സ്റ്റുഡൻസിന് അതൊരു റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ബോക്സസ് ബൈ സൈൻസ് സോ ദാറ്റ് ദി എക്സ്പ്രഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോക്സസിലൊക്കെ സൈൻ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് എക്സ്പ്രഷൻ ബോത്ത് സൈഡും എന്തായിട്ട് വരണം, ഈക്വലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാൽ 3 × 6 + 7 = 3 × 6 + 3 × 7. ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നമ്മളെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. തേർഡ് ക്വസ്റ്റ്യൻ തൊട്ടേ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നോക്കിയാൽ 3 × 6 + 7 = 3 × 6 + 3 × 7. അതായത് 3 × 6 + 7 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ 3 6 ടൈംസും 7 ടൈംസും ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ആ ടൈംസിലുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഈ സൈഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സൈഡിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതായത് 6 × 3 + 7 × 3 അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ മീനിങ് എന്താണ്? 8 × 4 + 3 × 4. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ എന്ത് സൈനാണോ വരിക അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 8 × 4 3 × 4 കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയേ 3 × 5 + 8. ഇതിൻ്റെ അർത്ഥം എന്താ? 5 × 3. അതാണ് 3 × 5. ഇനി ബ്രാക്കറ്റിൽ എന്ത് സൈനാണ്? പ്ലസ് സൈനാണ്. അപ്പോൾ ആ പ്ലസ് സൈൻ നമ്മളിവിടെ ഇട്ട് കൊടുക്കും. ഇനി അടുത്ത എന്ത് വരണം? അപ്പം 8 × 3. അപ്പോൾ 3 × ഇവിടെ എന്താ വരണ്ടേ? 8 വരണം. ഇനി അടുത്തത് 9 + 2 × 4. അതിൻ്റെ അർത്ഥം എന്താ? 9 × 4. അതാണ് 9 × 4. ഇനി ഇവിടെ ബ്രാക്കറ്റിൽ പ്ലസ് സൈനാണ്. അപ്പോൾ ആ സൈൻ നമ്മളിവിടെ കൊടുക്കുന്നു. ഇനി അടുത്ത എന്ത് വരണം? 2 × 4. അതായത് 2 × 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 × -+4. അപ്പോൾ ഇവിടെ 3യുടെ കൂടെ എത്രയാണ് വരുന്നതെന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടില്ല. ഇവിടെ നമുക്ക് അറിയത്തില്ല. ഇവിടെയും നമുക്കൊന്നും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3 × 10 കൊടുക്കാം കേട്ടോ. 3 × 10. അപ്പോൾ എന്ത് വരും? 3 × 10 = 30. സോറി, ഇവിടെ 0 വരിക കേട്ടോ. 30യുടെ 0 മാത്രം എഴുതിയാൽ മതി. 3 ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 × 10 = 30 + 3 × 4 എന്ത് വരും? 12 എന്ന് വരും. 3 × 4 12 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ 3 × ഇവിടെ ഒരു നമ്പർ നമുക്ക് എഴുതാനുണ്ട് = 3 തന്നിട്ട് സൈൻ ഒന്നും ഇടാതെയാണ് നമുക്കൊരു ഡാഷ് തന്നിട്ടുള്ളത്. പ്ലസ് ഡാഷ് ഇത്രയും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ മുകളിലുള്ളതുപോലെ ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 3 കൊണ്ട് ഇവിടുത്തെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 10 കൊടുത്തു. അപ്പോൾ 3 × 10 30. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 തന്നിട്ടുണ്ട്. അതുകൊണ്ട് 30യുടെ 0 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അടുത്തത് 3 × 4 12. ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, 3 × 10 + 4 എന്തുകൊണ്ടാണ് 10 എഴുതിയതെന്നല്ലേ. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ നമുക്ക് 3 തന്നിട്ടൊരു ഡാഷാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് 3 കൊണ്ട്
നമ്മൾ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? 3യിൽ തുടങ്ങുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ 3യെ നമ്മൾ 9 വരെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 3 27 കിട്ടും. അപ്പോൾ നമുക്ക് 3യുടെ കൂടെ അത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ 10, 11, 12 ഇത്രയും നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 13 വരെയുള്ള നമ്പേഴ്സിന് നമ്പേഴ്സ് നമുക്കിവിടെ ഡാഷിനകത്ത് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? 3 × 10 ചെയ്താൽ 30 കിട്ടും. അപ്പോൾ 3യുടെ കൂടെ 0 ഇട്ടാൽ മതി. 3 × 11 ചെയ്താൽ 33 ആണ്. അപ്പോൾ 3യുടെ കൂടെ 3 ഇടാം. പിന്നെ 3 × 12 ചെയ്താൽ 36 ആണ്. അപ്പോൾ നമുക്ക് 3യുടെ കൂടെ 6 ഇടാം. പിന്നെ 3 × 13 ചെയ്താൽ 39 ആണ്. അപ്പോൾ 3യുടെ കൂടെ നമുക്ക് 9 ഇടാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി 10 ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 11, 12, 13 ഇത്രയും നമ്പേഴ്സ് ഇടാം കേട്ടോ. 14 ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? 14 × 3 is 42 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റില്ല. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താണ് തന്നിട്ടുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഓക്കെ, ഡാഷ് പ്ലസ് 6 × 4 = 13 × 4. അപ്പോൾ ഇവിടുത്തെ നമ്പർ നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? 13 × 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 13 ആയിരിക്കും. 13 × 4 + 6 × 4. അപ്പോൾ ഇവിടെ എന്താ വരിക? 6 × 4. ഇനി അടുത്തത് 3 × ഡാഷ് പ്ലസ് ഡാഷ് = 3 × 5 + 3 × 2. അപ്പോൾ നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ എളുപ്പമാണല്ലോ. എന്താണ്? 5 × 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരിക? 5 വരും. 2 × 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വരും. ഇനി അടുത്തതൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ RHSൽ നോക്കിയേ 2 × 4 + 3 × 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 4 × 2 2 × 4ഉം 3 × 4ഉം. അപ്പോൾ 4 എവിടെ വരും? ബ്രാക്കറ്റിന് വെളിയിൽ ഇവിടെ വരും. അപ്പോൾ 2 × 4 + 3 × 4 ഇങ്ങനെ വരും അല്ലേ? 2 + 3 × 4 എന്ന് വരും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എഴുതുക കേട്ടോ. അടുത്തത് നോക്കിയാൽ 5 × 9 - 2 ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? 9 × 5 - 2 × 5. അപ്പോൾ 5 ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ എന്താ വരിക? 2 വരും അല്ലേ? 5 × 9 - 5 × 2. അടുത്ത് നോക്കിയാൽ 5 - 2 × 7 ഇതെങ്ങനെയാണ് വന്നേ? 5 × 7 - 2 × 7. സിമ്പിളാണല്ലോ. അപ്പം ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അടുത്തത് 5 × 8 - 3. അപ്പോൾ നമുക്കവിടെ 5 × 8 × 5 അതായത് 5 × 8 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കുന്നു. പിന്നെന്താ? 5 × എന്ത് വരും? 3 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. 5 × 8 - 5 × 3. ഇനി അടുത്തത് എന്താ വരിക? 8 × 7 ബ്രാക്കറ്റിൽ മൈനസ് ആണ്. 3 × 7 ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അടുത്തത് 5 × 12 - ഡാഷ് = പിന്നെ ഇവിടെ നമുക്കൊരു 5 മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യത്തെ നമുക്ക് എഴുതാം 5 × 12. ഇവിടെ 5 × 12 വരും. പിന്നെ ബ്രാക്കറ്റിൽ മൈനസ് സൈനാണ്. ഇനി ഇവിടെയുള്ള നമ്പറും ഇവിടുത്തതും നമുക്ക് കിട്ടണം. ഇവിടെ 5 × നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം. നമുക്കിവിടെ 2 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 × 2 വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയാണോ വാല്യൂ വരുന്നതെന്ന് നോക്കുക. 12 - 2 is 10. 10 × 5 ഇവിടെ 50 വരും. ഇവിടെ 12 × 5 60 - 5 × 2 10. ദാറ്റ് ഈസ് ഓൾസോ 50. ഈക്വലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഏത് നമ്പർ കൊടുത്താലും അങ്ങനെ തന്നെ വരത്തുള്ളൂ കേട്ടോ. അടുത്തത് 15 - ഡാഷ് × 7 = ഇവിടെ നമുക്ക് ലാസ്റ്റിൽ 6 × 7 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ 15 × 7. ഇവിടെ 15 × 7 വരും. ബ്രാക്കറ്റിൽ നെഗറ്റീവ് സൈനാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 6 × 7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും?
6 ആയിരിക്കും വരിക. അപ്പോൾ 15 മൈനസ് 6 ഇൻറ്റു 7 എന്ന് വരും. ഇനി അടുത്തത് ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ 5 ഇൻറ്റു 9 മൈനസ് 5 ഇൻറ്റു 4 എന്നല്ലോ. 5 ഇൻറ്റു 9 അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 5 ഇൻറ്റു 4. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണോ അത് ബ്രാക്കറ്റിന് വെളിയിൽ എഴുതുക, ബാക്കിയെല്ലാം അകത്ത് എഴുതുക. ഇനി അടുത്തത് ഇവിടെ 17 ഇൻറ്റു കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ എന്താണ് 7 ആണല്ലേ. അത് നമ്മൾ ബ്രാക്കറ്റിന് വെളിയിൽ എഴുതുന്നു. അപ്പോൾ 17 ഇൻറ്റു 7. അപ്പോൾ 17 ഇവിടെ വരും മൈനസ് 9 ഇൻറ്റു 7. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.